തോൽവിയാണ്. UDF വളരെ ശക്തമായി മുന്നോട്ട് കയറാൻ തീരുമാനിച്ചപ്പോൾ CPM-ൻ്റെ കോട്ടകൾ പലയിടത്തും പ്രശ്നം പറ്റി. പരമ്പരാഗതമായി CPM-ൻ്റെ കയ്യിലിരുന്ന പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് വളർന്നു വരാനായി. ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് ഇപ്പോഴും കടക്കാനേ ആയിട്ടില്ല. അതാണ് അവിടുത്തെ ചിത്രം. അപ്പോൾ ആ വാദത്തിലൊരു യാതൊരു പ്രസക്തിയുമില്ല. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നതിന് തിരുവനന്തപുരത്തെ കഥ പറഞ്ഞത് BJP-യുടെ കാര്യമാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും പ്രചാരവേല നടത്തി. എന്ത് പ്രചാരവേല നടത്തി എന്നാണ് പറയുന്നത്? ആ പ്രചാരവേലയെക്കുറിച്ചാണ് തോമസ് ഐസക് ഇന്നലെ പറഞ്ഞത്. നമ്മൾ ഇടത് ഹൈന്ദവത എന്നൊരു ആരോപണമുണ്ട്. അതായിരിക്കണമല്ലോ ഈ പ്രചാരവേല. പക്ഷേ പാർട്ടി സെക്രട്ടറി ഇന്ന് പറഞ്ഞത് അങ്ങനൊരു അതെന്ത് സാധനം എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, മാഷി ഫേസ്ബുക്ക് ഒന്നും നോക്കാറില്ലേ? ഈ ഫേസ്ബുക്കിൽ മുഴുവൻ നെഗറ്റീവാണ്. അല്ല, തോമസ് ഐസക്കാണ് പറഞ്ഞത്. എനിക്കറിയില്ല, പാർട്ടിക്ക് അങ്ങനെ ഒരു വിലയിരുത്തലില്ല. അപ്പോൾ പിന്നെ എന്ത് പ്രചാരവേലയായിരുന്നു നടന്നത്? ഈ രണ്ട് കാര്യവും നടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി ഉത്തരം പറയണം. ഒരു പക്ഷേ ഇപ്പോൾ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നില്ല സംസ്ഥാന തലത്തിലെ വിഷയങ്ങളൊക്കെ വ്യാപകമായി ചർച്ചയാകുന്നു. CPI പക്ഷേ അങ്ങനെ പറയുന്നുണ്ട്. അത് സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടിയാണ് എന്നാണ് CPI ഭംഗ്യന്തരാണ് പറഞ്ഞു വെച്ചത്. CPI പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് പാളി. അത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഭരിക്കുന്ന മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടി ആരോപിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ CPM പറയുന്നു അങ്ങനെ ഒരു വിഷയമില്ല.